കേരള കോൺഗ്രസിനെ പോലെ സാമുദായിക അജണ്ടകൾ ഏറ്റെടുക്കാൻ മുസ്ലിം ലീഗിന് കഴിയുന്നില്ലെന്നാണ് പാർട്ടിയിൽ ഉയരുന്ന വിമർശം. മത്സ്യത്തൊഴിലാളികളുടെ പട്ടയം, വാതക പൈപ്പ്ലൈൻ പദ്ധതിക്കും ദേശീയപാതയ്ക്കും വേണ്ടി കുടിയൊഴിയുന്നവരുടെ പുനരധിവാസം, AIP സ്കൂളുകളുടെ എയ്ഡഡ് പദവി തുടങ്ങിയ വിഷയങ്ങൾ പാർട്ടി അജണ്ടയായിട്ടും സർക്കാരിൽ അവഗണിക്കപ്പെട്ടു. വർഗീയ ആരോപണം ഭയന്ന് പാർട്ടി നേതാക്കളും മന്ത്രിമാരും സംഘടനാ അജണ്ടകളിൽ നിന്ന് പിന്മാറുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. അറബിക് സർവകലാശാല സ്ഥാപിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ചർച്ചയായപ്പോൾ അതിനെ ശക്തമായി എതിർത്തത് KM ഷാജിയാണ്. ഇത്തരം ആവശ്യങ്ങൾ പാർട്ടിയുടെ മതേതര പ്രതിച്ഛായ തകർക്കുമെന്ന നിലപാടിലാണ് MK മുനീർ അടക്കമുള്ള നേതാക്കളും. എന്നാൽ സാമുദായിക അജണ്ടകൾ കൈയൊഴിയാനാവില്ലെന്ന നിലപാടാണ് അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങൾക്കും യൂത്ത് ലീഗ് പ്രസിഡന്റ് PM സാദിഖലിക്കുമുള്ളത്. തീർത്തും ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ്. സാമുദായികത ഇല്ലാതെ മുസ്ലിം ലീഗില്ല. മുസ്ലിം ലീഗിനെ മുൻനിർത്തി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും നമുക്ക് ആവർത്തിച്ചു പറയാനുള്ളത്, ഒരു രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെയും ഉമ്മാക്കിക്ക് മുമ്പിൽ അടിയറ വയ്ക്കില്ല മുസ്ലിം ലീഗിന്റെ അവകാശങ്ങൾ എന്നതാണ്. സാമുദായിക അജണ്ടകളോട് മുസ്ലിം ലീഗ് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപം സമസ്തയ്ക്കുമുണ്ട്. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.